എൻ്റെ ടാഗ് ലൈൻ എന്താ ഇടാൻ പോണെന്ന് അറിയോ? സോന നായർ ക്യാമറാമാൻ്റെ റൂമിൽ കയറിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു ഇത് എന്നെ ഇടുമെന്നുള്ളത്. അതിപ്പോൾ ശ്രീജ ഇട്ടില്ലെങ്കിലും ഇട്ടാലും എനിക്ക് വേറെ കുറേ ചേട്ടന്മാർ ഇടാനുണ്ടാവും. കാരണം ടാഗ് ലൈൻ സോന നായർ ക്യാമറാമാൻ്റെ റൂമിൽ പെട്ടെന്ന് ആൾക്കാർ ദയവ് ചെയ്ത് പറയാണ്, ദയവ് ചെയ്ത് ഇമാതിരി നിങ്ങൾ ഈ ടാഗ് ലൈൻ കണ്ടിട്ട് പ്രേക്ഷകരുടെ എല്ലായിടത്തും പറയണം, ജസ്റ്റ് ഒരു നല്ല ടാഗ് ലൈൻ ആണെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യും. നിങ്ങൾക്ക് കൗതുകം ഉണർത്തുന്ന ഒരു ടാഗ് ലൈൻ കണ്ടിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യില്ല, അതിനകത്തൊന്നും ഉണ്ടാവില്ല. പിന്നെ അവസാനം നിങ്ങൾ ഈ ഇട്ട ആൾക്കാരെ ചീത്ത വിളിക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് നമ്മുടെ ഒരു ഇൻ്റർവ്യൂ മൊത്തമായിട്ടൊന്ന് കാണും. ഇതിൻ്റെ മുന്നിലും ഇല്ല പിന്നിലും ഇല്ലാത്ത ഒരു ഏതെങ്കിലും ഒരു സാധനം എടുത്ത് ദയവ് ചെയ്ത് ഇടരുത്. ശ്രീജ അതങ്ങനെ ചെയ്യില്ല. പക്ഷേ ശ്രീജയുടെ ഈ ഒരു പെർട്ടിക്കുലർ സാധനം കണ്ടിട്ട് മറ്റൊരു ടാഗ് ഇട്ട് കഴിഞ്ഞാൽ കാണുന്ന നിങ്ങളുടെ കഷ്ടകാലം അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്കൊന്നും ഉണ്ടാവാൻ പോണില്ല. നല്ല പടമാവട്ടെ, നല്ല സ്റ്റാർസുകൾ ചെയ്യുന്ന പടങ്ങളാവട്ടെ, അതിലൊന്നും കാര്യമില്ല. തിയേറ്റർ ഫുള്ളാണോ ഇപ്പം നിൽക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ വിത്തിൻ നോ മിനിറ്റ്സ് ആയിരിക്കും സിനിമകൾ പോകുന്നത്. അപ്പോൾ തന്നെ ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ പ്രൊഡക്ഷൻ നടക്കുന്നത്, ഏതൊക്കെ ചിത്രീകരണങ്ങൾ നടക്കുന്നത് പോലും നമുക്കിപ്പോൾ അറിയില്ല. ഒരുപാട് പ്രൊമോഷൻ വർക്കുകളെല്ലാം പലയിടങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും ആൾക്കാരുടെ ഇടയിൽ ഇത് റീച്ച് ആവുന്നില്ല എന്നുള്ളതാണ്. പ്രൊമോഷൻസ് റീച്ച് ആവണം. പണ്ടെന്ന് പറഞ്ഞാൽ സിനിമകൾ കുറവായിരുന്നു. പ്രൊമോഷൻ വർക്ക് ഇതാവുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഇന്ന സിനിമ ഇതിൽ നടക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നുമില്ലല്ലോ. എത്രമാത്രം സിനിമകളാണ്, എത്രമാത്രം ഫെയിലിയർ ആയിട്ടുള്ള സിനിമകളാണ്. സക്സസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ റയർ സക്സസ് പടങ്ങൾ മാത്രമേ പേര് നമ്മൾ അറിയുന്നുള്ളൂ. ഇത്രയും ഒരു പടം ഇങ്ങനെ വാരി എറിയുന്നതിനോടൊന്നും ഒരു കാര്യവുമില്ല, ഒന്നും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുഗത്തിൽ. അതുകൊണ്ട് വളരെ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും പ്രൊഡക്ഷൻ സൈഡിലേക്ക് വരിക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ഭാര്യയും ഭർത്താവും ഇവർ ഇതിൽ കൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പുഞ്ചിരിക്ക്, ജമാലിൻ്റെ പുഞ്ചിരിക്ക് എല്ലാവരും പ്രേക്ഷകർ പുഞ്ചിരിയോടുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി പുഞ്ചിരിയോടുകൂടി അതെ വളരെ ഇതായിട്ട് കാണട്ടെ. ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് പറയുന്നതല്ല, ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ എൻ്റെ പിന്നിൽ. ആർട്ടിസ്റ്റുകൾക്ക് വളരെ സുഖമാണ്. എൻ്റെ ഹസ്ബൻഡ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട്, ഒരു ടെക്നിക്കൽ ക്രൂവിൻ്റെ പേരിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പറയുന്നതല്ല. എൻ്റെ അമ്മയും നമ്മളൊരു 2-2.5 മണിക്കൂർ 2.25 മണിക്കൂർ തിയേറ്ററിലിരുന്ന് കണ്ടിട്ട് ഇത് പടം ഇത് ഇങ്ങനെ പറഞ്ഞു പോകാൻ വളരെ എളുപ്പമാണ്. ഓരോ ദിവസവും രാവിലെ 6 മണി തൊട്ട് രാത്രി 10 മണി വരെ ഇവർ അത്രയും ഒരു വെയിലത്ത് യൂണിറ്റുകാരടക്കം ഫുഡ് തരുന്നവരടക്കം എത്രമാത്രം പ്രയാസപ്പെട്ട. അത് ഈ പുഞ്ചിരിക്ക് മാത്രമുള്ളത് കാര്യമല്ല, എല്ലാ സിനിമകളുടെ പിന്നിലും ഈ ഒരു സാധനമുണ്ട്. ഞാൻ പറയുന്നത് ഹൈ ബഡ്ജറ്റ് സംഭവങ്ങളും അല്ല. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിനകത്ത് ഓരോ വ്യക്തിക്കും അതിനകത്തുള്ള അത്രയും വ്യക്തികൾ മതി കേട്ടോ ഒരു പടത്തിന്. എനിക്ക് ഇതിനകത്ത് കണ്ടതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് അതാണ്. ആവശ്യത്തിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യത്തിന് വ്യക്തികൾ, അത് മതി. ഭയങ്കരമായ സംഭവങ്ങളൊന്നും വേണ്ട. അപ്പം അതിനകത്ത് ആ ഒരു ചെറിയ കണ്ടൻറ്റിൽ, ചെറിയ പ്രൊഡക്ഷനിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു പടം എടുക്കാൻ എങ്ങനെ ഇവർ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ശരിക്കും പുഞ്ചിരിയിൽ നമ്മളിവിടെ നീളം കാണാൻ പോകുന്നത്. ചിത്രം ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമയിലും സീരിയലുകളിലുമെല്ലാം നമുക്ക് സുപരിചിതയായ കുന്നുമ്മേൽ ശാന്തയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ ആരാളെന്ന്. നമ്മുടെ പ്രിയപ്പെട്ട സോന നായർ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു പേര്. ശരിക്കും 100ഓളം സിനിമകളൊക്കെ ചെയ്തെങ്കിൽ ഈ കുന്നുമ്മേൽ ശാന്തയാണ് ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. കാരണം കുന്നുമ്മേൽ ശാന്ത അത്രയും ഒരു ഡെപ്തുള്ളൊരു ക്യാരക്ടറായിരുന്നു നരൻ സിനിമയിൽ. മുള്ളൻകൊല്ലി വേലായുധനോടൊപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രം ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇപ്പോഴും ആൾക്കാർക്ക് അത് 10-15 വർഷത്തോളമായി 15 വർഷത്തോളമായി ആ സിനിമ റിലീസായി കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ജനങ്ങൾ ആ പേര് മറക്കുന്നില്ല. എവിടെ വെച്ച് കണ്ടാലും ആളുകൾ കുന്നുമ്മേ ശാന്ത സൂപ്പറായിരുന്നു എന്നൊക്കെ പറയുന്നത് ആ സിനിമയോടുള്ള ആ ഒരു കഥാപാത്രത്തിനുണ്ടായത്. അതിപ്പോൾ ഞാൻ ചെയ്തതൊന്നും അതുകൊണ്ടല്ല, ആ ഒരു കഥാപാത്രം ആര് ചെയ്താലും അത് മനോഹരമാവുമായിരുന്നു. കാരണം അത്രയും ഒരു ഡെപ്ത് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ എന്നെ കുന്നുമ്മേ ശാന്ത. സ്ഫടികത്തിലെ സ്മിതയുടെ ക്യാരക്ടറിൻ്റെ ഏതാണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഇതൊരു ശരിക്കും അതൊരു പ്രോസ് ക്യാരക്ടറാണ്. പക്ഷേ വളരെ എന്താ പറയണ്ടേ, വളരെ തൻ്റേടിയായ ഭയങ്കര കേപ്പബിളായിട്ടുള്ള ഒരു പക്ക അത്തരം ഒരു കഥാപാത്രമാണ്. അപ്പം ആ ഒരു ഐഡൻറ്റിറ്റി, ഇൻഡിവിജ്വാലിറ്റി ഉള്ള ഒരു കഥാപാത്രമാണ് ആയിരുന്നു. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ക്യാരക്ടറാണ് പാസഞ്ചറിൽ അല്ലേ? ഒരു വെരി സ്ട്രോങ് ബോൾഡായിട്ടുള്ള ഒരു കഥ. അത് ശരിക്കും നമുക്ക് നമ്മുടെ ഫിലിം ഫെയർ റെക്കഗ്നേഷനൊക്കെ ഉണ്ടായിരുന്ന ഫിലിം ഫെയർ അവാർഡിൻ്റെ
പാസഞ്ചർ അതും ഒരു സാമാന്യമായിട്ടുള്ള ഒരു ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. ശരിക്കും സീരിയലിലൊക്കെ വന്നപ്പോൾ സോന ശരിക്കും ഒരു എന്താ പാവപ്പെട്ട ഒരു പതിവ്രതയായ ഭാര്യ അല്ലേ? സ്ത്രീയിലൊക്കെ വന്നപ്പോൾ അങ്ങനെ ശരിക്കും സ്ത്രീയല്ല, ഇപ്പോൾ വീണ്ടും ലൈക്ക് എന്താ പറയുക, മാനസപുത്രി, അങ്ങനെയുള്ള ഒരുപാട്, ചാരുലത, അങ്ങനെ പണ്ടൊക്കെ സീരിയൽസ് ഭയങ്കര ആൾക്കാരുടെ ഇടയിൽ അത്രയും അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഇപ്പോൾ ദൂരദർശനാവട്ടെ മറ്റുള്ള ചാനൽ തുടങ്ങുമ്പോഴൊക്കെ ഏഷ്യാനെറ്റ് പോലെയുള്ളതോ അല്ലെങ്കിൽ സൂര്യയൊക്കെ വെറും ആദ്യം ഇത് 2 ചാനൽസല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ 2 ചാനലുകൾ ഒരുപാട് മാറി സീരിയൽസ്. അപ്പോൾ എല്ലാം ഈ ദുഃഖപുത്രി കഥാപാത്രങ്ങളും അതെ അങ്ങനെയായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി സിനിമകളിലേക്ക് നമ്മൾ ചെയ്യുമ്പോഴാണ് ഡിഫറെൻറ്റ് കഥാപാത്രങ്ങൾ ചെയ്യുന്നതും ഒക്കെ. എനിക്ക് പക്ഷേ നരനിലെ അത്തരം ഒരു കഥാപാത്രം വിളിക്കുമ്പോഴും പാസഞ്ചറിലൊക്കെ വിളിക്കുമ്പോഴും ഒക്കെ എനിക്ക് ഈ കണ്ണീർ പുത്രിയായിട്ട് എല്ലാത്തിലും ഇങ്ങനെ അഭിനയിക്കുന്നത് നമുക്ക് എങ്ങനെ, അപ്പം അത് ഓരോരുത്തരുടെ പെർസെപ്ഷൻ ആയിരിക്കാം, ഓരോ ഡയറക്ടറിൻ്റെ ഒരു ഇതായിരിക്കാം, എങ്ങനെ ആയിരിക്കാം ആ ഒരു കഥാപാത്രം കൊടുത്താൽ ചിലപ്പോൾ നന്നാക്കുക, ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത് ഓരോരുത്തരുടെ ഡയറക്ടേഴ്സിൻ്റെ വ്യൂ ആണ്. അത് എന്തോ മഹാഭാഗ്യം അത്തരം സിനിമയിലായതുകൊണ്ടാണ് കേട്ടോ അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. സീരിയൽ അത് അത്രയും ഇറുക്കില്ല, ഇങ്ങനെയുള്ള ബോൾഡ് ആൻഡ് ഇമേജ് വ്യത്യാസമായതുകൊണ്ടായിരിക്കും. സീരിയൽസിന് എപ്പോഴും ഈ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും ഈ പറഞ്ഞ പോലെ വളരെ പോസിറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളും ഈവൻ നെഗറ്റീവ് കഥാപാത്രങ്ങളെ പോലും സ്വീകാര്യത ഇല്ലാത്ത ഇതാണ്. അതും ഈ ടി വിയിൽ പറയുന്നത്. ഇപ്പോൾ ഈവൻ ഇപ്പോൾ കൂടെ സീരിയൽസ് അപ്രോച്ച് ചെയ്യാനാണ്. ഇപ്പോൾ കുറേ ആയി മലയാളം സീരിയൽ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ സിനിമയിലാവുമ്പോഴത്തേക്കും അതിനൊരു റേഞ്ച് വേറെയാണ്. പലപ്പോഴും ഈ നെഗറ്റീവ് ക്യാരക്ടർ സീരിയൽ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ ഒരു സീരിയൽ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല നെഗറ്റീവ് ക്യാരക്ടേഴ്സ്. ശരിക്കും സത്യനന്ദിക്കാട് സാറിൻ്റെ ഒക്കെ എനിക്ക് തോന്നുന്നു കുറേ സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ TP ബാലഗോപാലൻ MA 85 ഞങ്ങളുടെ സ്കൂളിലായിരുന്നു അതിൻ്റെ ഷൂട്ട്. അല്ലുത്തുമാൻ കഴക്കൂട്ടം സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ വെച്ചായിരുന്നു ഷൂട്ട്. അപ്പോൾ അന്ന് ഈ അസംബ്ലിയിൽ പ്രയർ കൊയറിൽ സ്കൂളിൽ ഞാനുണ്ട്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ആ സിനിമയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെരി ഫസ്റ്റ് പടം സത്യനന്ദിക്കാട് എന്ന് പറഞ്ഞ ഒരു പ്രമുഖ അല്ലെങ്കിൽ വളരെ മികച്ച സംവിധായകൻ ആരാണ്, ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിപിൻ മോഹൻ സിനിമാറ്റോഗ്രാഫർ, അദ്ദേഹമൊക്കെ ആരാണെന്ന് പോലും അറിയില്ല, സിനിമ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു പ്രായത്തിൽ അന്ന് വർക്ക് ചെയ്തത്. അപ്പം വെരി ഫസ്റ്റ് ക്യാമറ എൻ്റെ ഇതിൽ വെച്ചത് മീൻസ് ലൈക്ക് വിപിൻ മോഹൻ സാറാണ് ആദ്യമായിട്ട് സത്യേട്ടൻ്റെ. കാരണം അന്നാണ് ഒരുപാട് ടേക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പം ഇപ്പോഴും ആ ഒരു ഇപ്പം തുമ്മിയാൽ നമ്മൾ മാറിപ്പോവും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അത്തരം ഒരു ഷോട്ട് അതിനകത്തുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ പല ഇൻ്റർവ്യൂസിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും എൻ്റെ ഫ്രണ്ട്സൊക്കെ TP ബാലഗോപാലിൻ്റെ എഗെയിൻ കാണുമ്പോൾ ആ സ്കൂള് സ്റ്റോപ്പ് ചെയ്തും പോസ് ചെയ്തൊക്കെ ഇതാണോ. അന്ന് ഞാൻ 5th 6th പഠിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എറൗണ്ട് അപ്പം 85 മുതൽ നോക്കുകയാണെങ്കിൽ അത്രയും. പക്ഷേ എപ്പോഴാണ് നമ്മളൊരു ബിഗ് സ്ക്രീനിൽ വന്നത്, അന്ന് മുതലാണല്ലോ ഒരു ഡയറക്ടറിൻ്റെ കീഴിൽ ആക്ഷൻ കട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വരുന്നത്. സംഭവം മനസ്സിലാവാതെ നമ്മൾ പാടിക്കൊണ്ടേയിരുന്നു. അന്ന് ശരിക്കും അസംബ്ലിക്കൊക്കെ ഒരു എന്താ പറയേണ്ട ഒരു 5 മിനിറ്റ് പാടേണ്ട സംഭവം നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെ ഒരേ പ്രാർത്ഥന പാടിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സിനിമ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആയിരിക്കും. അന്ന് നമുക്കറിയാവുന്നുള്ള ലാലേട്ടനെയും ശോഭന ചേച്ചിയും അന്നെൻ്റെ. അപ്പോൾ നമ്മളിങ്ങനെ കൗതുകത്തോട് സ്കൂളിൽ ഞാൻ സ്കൂൾ ബസ്സിൽ വന്ന് ഇറങ്ങുമ്പോഴും ഭയങ്കര കൂട്ടമായിരുന്നു. സ്കൂളിൽ ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചറായിട്ടാണ് ശോഭന ചേച്ചി. ഇവരുടെ ലാലേട്ടൻ്റെ ചേച്ചിയുടെ മകളെ കുട്ടികളെ എവിടെയാണ് പഠിപ്പിക്കാൻ. അങ്ങനെയാണ് ഇവർ കണക്ഷൻ ആവുന്നതും ടീച്ചറും ഇതുമൊക്കെ ആയിട്ട്. ആ സിനിമ ഭയങ്കര അസാധ്യമായിട്ടുള്ളൊരു സിനിമയായിരുന്നല്ലോ TP ബാലഗോപാലൻ. സത്യേട്ടൻ്റെയൊക്കെ കുടുംബ ചിത്രങ്ങളിൽ വൺ ഓഫ് ദി സൂപ്പർ ബെസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ അടുത്തത് സീരിയലിലേക്കാണ്. പിന്നെ വെരി ഫസ്റ്റ് തൂവൽ കൊട്ടാരം സിനിമയാണ്. ഇത് സിനിമയാണെന്ന് മനസ്സിലാക്കി ചെയ്തത് അതും സത്യേട്ടൻ്റെ പടമായിരുന്നു 95. അതിന് മുൻപേ സീരിയൽ ചെയ്തു. സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ്. ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണോ സീരിയലിൽ? ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടല്ല, ഞാൻ 91 or 92
ഇത് ഒരു കുടയും കുഞ്ഞുമംഗളെന്ന് പറയുന്ന കുട്ടിത്താരമല്ല അല്ലേ? കുട്ടിത്താരമല്ല, കുട്ടിത്താരം വളരുന്നതാണ്. അപ്പം ആ 13 എപ്പിസോഡ് സീരിയലാണല്ലോ അന്നൊക്കെ ദൂരദർശൻ. ബീന ആന്റണിയുടെ ഫസ്റ്റ് ബീന ആൻ്റണിയുടെ എൻ്റെയും ഞങ്ങളുടെ ബീന ചേച്ചിയുടെ എൻ്റെയും ഫസ്റ്റ് വർക്കാണത്. അപ്പോൾ അതിലാണ് നമ്മൾ തുടക്കം ഇടുന്നത്. TS സജി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അത് പക്ഷേ ആ സമയത്ത് വേറെ ചാനലുകളില്ല, അതുകൊണ്ട് ദൂരദർശൻ മാത്രമല്ലേ ഉള്ളൂ. ഏഷ്യാനെറ്റില്ല, ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി ഒറ്റ പ്രൈവറ്റ് ചാനൽസും ഇല്ല. അപ്പം ദൂരദർശൻ മാത്രം. അന്ന് കോളേജിൽ ഞാൻ വിമൻസിൽ പഠിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ 13 എപ്പിസോഡിൽ ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് എപ്പിസോഡാണ് ഈ ആഴ്ചയിലൊരിക്കലേ ഉള്ളൂ പെങ്ങള് കുട്ടി വളരുന്നത്. ആ പെങ്ങള് കുട്ടി ഏറ്റവും ലാസ്റ്റ് എപ്പിസോഡിൽ വളരും. അതോടുകൂടി സീരിയൽ എൻഡുമാണ്. അത് വളരാൻ വേണ്ടിയിട്ട് എൻ്റെ കോളേജിലെ കുട്ടികളൊക്കെ എന്ന് വളരുകൂടി എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ 13ാമത്തെ എപ്പിസോഡ് വന്നു. ഞാൻ വളർന്നു കോളേജിൽ. ഇങ്ങനെ ഭയങ്കര അന്നത്തെ ദിവസമൊക്കെ പിറ്റേ ദിവസമൊക്കെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്ത ശേഷം പിറ്റേ ദിവസം നമ്മൾ പിന്നെ അവിടെ നിന്ന് സ്റ്റാറായിരുന്നു കോളേജിൽ. അയ്യോ, അന്ന് വെച്ചാൽ എല്ലാവരും ആ ടൈമിൽ സീരിയൽസ് കാണും. TV-യിൽ വരുന്ന പണ്ടത്തെ ചിത്രഗീതം, ചിത്രഹാറ്, ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സിനിമ കണ്ടിന്യൂസ് ഇപ്പോൾ 95 തൊട്ട് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇന്നും ഞാനൊരു സിനിമയുടെ സെറ്റിലാണ്. ജമാലിൻ്റെ പുഞ്ചിരി. ഇരിക്കുന്ന മറ്റാരുമല്ല, ഇദ്ദേഹമാണ് ജമാലിൻ്റെ പുഞ്ചിരിയുടെ പ്രൊഡ്യൂസർ. അപ്പം ഇത് ഇവരുടെ ഒരു 3ാമത്തെ ചിത്രമാണിത് ആക്ച്വലി, അല്ലേ? നിങ്ങളുടെ 3ാമത്തെ ചിത്രം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നാടോടി മന്നൻ, കുടുംബ കോടതി, നമ്മളെയൊക്കെ ചിരിപ്പിച്ച് ഒരു വഴിയാക്കിയ സിനിമകളാണ് അതൊക്കെ. എന്ന് വെച്ചാൽ അത്രമാത്രം തമാശകളൊക്കെ നിറഞ്ഞിട്ടുള്ള നല്ല വിജയ് തമ്പി സാറിൻ്റെ 2 നല്ല പടങ്ങളായിരുന്നു. 3ാമത്തെ പ്രൊഡക്ഷനാണ്, പ്രൊഡ്യൂസറാണ്. ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര സംഭവത്തിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നും ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. സിനിമയെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത രീതിയിലാണ്. ഒരേ അഭിനയം കേട്ടോ, ഒരേ അഭിനയം. അപ്പോൾ ഈ ജമാലിൻ്റെ പുഞ്ചിരിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നത്തെ വിക്കി തമ്പി എന്ന് പറയുന്ന പുതിയ ഡയറക്ടർ സുരേഷ് ഏട്ടൻ, അതായത് ശ്രീജയുടെ ഹസ്ബൻഡ് സുരേഷ് ഏട്ടനാണ്. ശ്രീജയാണ് പ്രൊഡ്യൂസർ. വിക്കി തമ്പിയുടെ ഡെബ്യൂ മൂവിയാണ്. അദ്ദേഹം സീരിയലുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം നിറയെ അങ്ങനെ TV ഇതിലുമായിട്ട് നിന്നിട്ട് ഒരു എന്താ പറയേണ്ടത്, സിൽവർ സ്ക്രീനിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. വിക്കി ചേട്ടനടുത്ത് വർക്ക് ചെയ്യാൻ നല്ലതാണ്. ഭയങ്കര വർക്കഹോളിക് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നത് മറ്റാരുമല്ല, എൻ്റെ ഭർത്താവ് തന്നെയാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ചേട്ടൻ്റെ കുറേ വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു വർക്കിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അത് സീരിയലായിരിക്കും അല്ലേ? ഒരു ടെലിസിനിമ പണ്ട് 95 അങ്ങനെ ഒരു പെരുമ്പാവൂരിൽ വെച്ചിട്ടൊരു ചിത്രം, മീൻസ് ലൈക്ക് ടെലിഫിലിം ഷൂട്ടിംഗ് ടൈമിലാണ് ഇദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ആ ഒരു യാത്ര തുടങ്ങി. കണ്ടു അപ്പോൾ തന്നെ അങ്ങ് പ്രപ്പോസ് ചെയ്തു. അച്ഛനോട് അപ്പം തന്നെ കല്യാണം 96, ഒരു വർഷം, ഒരു 6 മാസം അത്രേ എടുത്തിട്ടുള്ളൂ. അച്ഛനായിരുന്നു എൻ്റെ അച്ഛനും അമ്മയൊക്കെ എല്ലാം അന്നൊക്കെ കൂടെ വരും. അച്ഛനായിരുന്നു എൻ്റെ കൂടെ ഒരു യാത്രക്കാരൻ. എപ്പോഴും എൻ്റെ ലൊക്കേഷനിൽ എന്നെ കൊണ്ടുപോകുന്ന എൻ്റെ അച്ഛനായിരുന്നു. അച്ഛനോട് തന്നെ എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ തന്നെ ആ ലൊക്കേഷനിൽ വെച്ച് തന്നെ മകളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വെളിയിലൊന്നും കൊടുക്കണമെങ്കിൽ എനിക്ക് തരണേന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടന്ന ഒരു പ്രപ്പോസലും. എന്നെ ഇങ്ങനെ വീട്ടിലെ പയ്യന്മാരൊന്നും അന്വേഷിച്ചിട്ടൊന്നും വന്നിട്ടില്ല, ഇങ്ങനെ പ്രപ്പോസ് ചെയ്തൊന്നും വന്നിട്ടില്ല ആ സമയം. ഞാൻ അന്ന് ഒരു 20 വയസ്സ് കഴിഞ്ഞു. സോനയുടെ ഫീൽഡ് മീൻസ് അഭിനയം തുടങ്ങുന്ന സമയം തുടങ്ങി. അന്ന് കുറേ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അങ്ങനെയാണ് ഇത് തുടങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റ ഇതെന്ന് പറഞ്ഞാൽ, ലൊക്കേഷന് വന്നാൽ ഞാനാണ് ഭാര്യ എന്നുള്ള യാതൊരു പരിഗണനയും ഉണ്ടാവില്ല. എന്നെ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യത്തില്ല. സാധാരണ ഒരു ആർട്ടിസ്റ്റിനോട് ഒരു ക്യാമറമാൻ എങ്ങനെ ഇടപെടും, അങ്ങനെ. അതിനകത്ത് ഇത് ഞാൻ പറയാൻ തന്നെ കാരണം, ഇതിന് തൊട്ട് മുൻപേ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സിനിമ ചെയ്യുമ്പം അതിലുള്ള ഹീറോയിൻ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഏറ്റവും ലാസ്റ്റാണ് അറിയുന്നത്, അയ്യോ ഹസ്ബൻഡാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിനോട്, സർ എന്താണ് ഇങ്ങനെ കാണിച്ചതെന്ന് പറഞ്ഞാൽ, ബാംഗ്ലൂരിലുള്ള കുട്ടിയാണ്. അപ്പോൾ
അപ്പോൾ ഇങ്ങനെ അയ്യോ എന്താണ് എൻ്റെ അടുത്ത് വന്നേ മാം എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഞാൻ എന്താ വിചാരിക്കുന്നത് ചിലപ്പോൾ ഇവർക്കൊക്കെ അറിയാമായിരിക്കും എല്ലാവർക്കും ലൊക്കേഷന് വരുമ്പോൾ അറിയാമായിരിക്കും പക്ഷേ ഈ കുട്ടി അറിഞ്ഞില്ല എന്നുള്ളതാണ് എത്രയോ നാളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം നമ്മൾ ഒരു റൂമിൽ തന്നെയാണല്ലോ താമസിക്കുന്നത്. അത് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു റൂമിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പം പൊതുവേ ഇപ്പോൾ ഈ ഹോട്ടലിൽ ഇപ്പം നമ്മളിപ്പോൾ ഈ ഹോട്ടലാണല്ലോ ഷൂട്ടിൻ്റെ അനുബന്ധമായിട്ട് ഈ ഹോട്ടലിലാണ് നിൽക്കുന്നത്. എനിക്ക് ഇവിടെ വെരി ഫസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ബോയ്സ് വന്നിട്ട് ക്യാമറമാൻ്റെ റൂമിലാണ് എൻ്റെ പെട്ടി വയ്ക്കുന്നത്. അപ്പോൾ അവന്മാർ വിചാരിച്ചിട്ടുണ്ടോ സോനാ നായർ ഒന്ന് ഇറങ്ങുന്നു നേരെ ക്യാമറമാൻ്റെ റൂമിൽ വെട്ടി വയ്ക്കാൻ പറഞ്ഞു. എനിക്കങ്ങ് ആകെ ഒരു ടെൻഷൻ. കാരണം ഇവർക്ക് എന്നിട്ട് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും എൻ്റെ ഭർത്താവിൻ്റെ റൂമാണെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ഹസ്ബൻഡിനോട് പറയാണ് നാളെ രാവിലെ ഷൂട്ടിന് ഇറങ്ങുമ്പോൾ റിസപ്ഷനിൽ പറഞ്ഞേക്കണം എൻ്റെ ഭാര്യയുടെ മുകളിലുള്ളതാണ്. കാരണം ആൾക്കാർക്ക് ചുമ്മാ വെറുതെ ഒന്നുമില്ലാതെ ഇല്ലേ കഥകളുണ്ടാക്കുക, ഒന്നുമില്ലാതെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒപ്പിക്കുക, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ അത് കാരണം അല്ല ഇത് ഞാനിങ്ങനെ തമാശ അല്ല, എന്നാൽ അതിനകത്ത് കുറച്ച് സീരിയസ്നെസ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേരിൽ പറഞ്ഞതാണ്. അങ്ങനെയാണ് നമ്മുടെ കാര്യം. അപ്പോൾ ഹസ്ബൻഡ് ചെയ്യുന്ന ഒരു വർക്കാണത്. ഇതിനകത്ത് ഇന്ദ്രൻസ് ഏട്ടനാണ് ജമാലായിട്ട്. അപ്പോൾ ഇന്ദ്രൻസ് ഏട്ടൻ ഈ പടത്തിൽ നാഷണൽ അവാർഡ് വരെ എത്തും എന്നുള്ളൊരു ലെവലിലാണ് ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ട് നിൽക്കുന്നത്. ഗംഭീര കഥാപാത്രമാണ്. അതിലൊരു ഗെറ്റപ്പ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അത് ഞാൻ 2-3 ഗെറ്റപ്പ് ഉണ്ട്. ഒരു ഗെറ്റപ്പിൽ നമുക്ക് മനസ്സിലാവില്ല ആൾ എവിടെ ഇരുന്നാലും. അയ്യോ അത് നിങ്ങൾ കാണണം അത്രയ്ക്ക്. കാരണം പുള്ളി ഇപ്പോൾ എടുക്കുന്ന ആ ഒരു ട്രാക്ക് ശരിക്കും അത്തരം എന്താ പറയണ്ട ഒരു ഈ പറഞ്ഞ ഒരു അവാർഡ് റെക്കഗ്നിഷനുള്ള കഥാപാത്രങ്ങളാണ് ഇപ്പോൾ കുറേ നാളായിട്ട് പുള്ളി എടുക്കുന്നത്. ഇതും അതിൻ്റെ ഒരു രീതിയിൽ. പിന്നെ മിഥുൻ ഹീറോ ആയിട്ട് ചെയ്യുന്ന പ്രയാഗ മാർട്ടിൻ ഹീറോയിൻ. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള താരങ്ങൾ സിദ്ദിഖേട്ടനുണ്ട്, അശോകേട്ടനുണ്ട്, അങ്ങനെ ഒരുപാട് വളരെ പ്രശസ്തരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തൊരു നല്ല കഥാപാത്രമാണ് ചെയ്യുന്നത്. ഉടനീളമൊന്നുമില്ല, പക്ഷേ കുറച്ച് ഉണ്ടെങ്കിലും പ്രൊഡ്യൂസറിൻ്റെ അടുത്താണ് ഞാൻ കഥ പറഞ്ഞു കൊടുക്കുന്നതിനെ പറ്റി. അങ്ങനെ ഒരു സംഭവമാണ്. അതും കുറച്ചൊരു ബോൾഡായിട്ടുള്ള ഒരു നല്ല പാവം സ്ത്രീയുടെ ഒരു കഥാപാത്രം. ഇതിനൊരു 2 കാലഘട്ടം വരുന്ന ഒരു കഥാപാത്രം. അത് കുഴപ്പമില്ല. നല്ല നമുക്ക് ചില സിനിമകളൊക്കെ നമുക്ക് ഭയങ്കര പണമുള്ള സിനിമകളായിരിക്കും, ബഡ്ജറ്റ് ഹെവി ബഡ്ജറ്റ്. നമ്മുടെ ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെടില്ല. നമ്മളടുത്ത് തന്നെ പറയുമ്പോൾ അയ്യോ അത് വേണോ അത് ചെയ്യണോ എന്താണെന്നൊക്കെ. പിന്നെ നമ്മൾ വിചാരിക്കും നമുക്ക് നല്ലൊരു എമൗണ്ട് പറയാം, ഇന്ന ദിവസം ഇത്രയൊക്കെ ദിവസമാണ് ഓക്കെ, അവരതിനകത്ത് ഓക്കെയാണ്, എന്നാൽ പിന്നെ പോയി ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന പടങ്ങളുണ്ട്. ഇതൊന്നുമില്ല, പൈസയില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അസാമാന്യ കഥാപാത്രങ്ങളായിരിക്കും വരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ വേറൊന്നും കൊണ്ട് പറയുന്നില്ല. പ്രിയനന്ദനെ ഡയറക്റ്റ് ചെയ്താൽ ഞാൻ അതിലേക്ക് വരായിരുന്നു. നെയ്ത്തുകാരൻ. പക്ഷേ എൻ്റെ അമ്മ എന്തൊരു കഷ്ടപ്പാടായിരുന്നു എന്നറിയാമോ. പ്രിയഞ്ചേട്ടൻ്റെ പടങ്ങളെല്ലാം കഷ്ടപ്പാടല്ല, പക്ഷേ ഒരു കൊണ്ട് ഞാൻ ആ കഷ്ടപ്പാടിനെ വളരെ ലഘൂകരിച്ച് പറയുന്നു, ഇല്ലെങ്കിൽ അത്രയും ഇങ്ങനെ ഒരു ഇതായിട്ട് അവരെ ഒരു മ്ലേച്ഛമായി സംസാരിക്കുന്നതല്ല. വളരെ ലോ ബഡ്ജറ്റിലായുള്ള ഒരു സാധനം. പ്രിയനന്ദൻ്റെ ഒരു ഹാർഡ് വർക്കിംഗ് കാണുമായിരുന്നു അതിനകത്ത്. ഞങ്ങൾ 2-3 ആർട്ടിസ്റ്റുകളേ ഉള്ളൂ ആ സിനിമയിൽ. മുരളി സാറിന് നാഷണൽ അവാർഡ് വാങ്ങിക്കൊടുത്ത പടമാണ്. നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിന് സ്റ്റേറ്റ് അവാർഡ്, പ്രിയനന്ദന് സ്റ്റേറ്റ് അവാർഡ്, എനിക്ക് സ്റ്റേറ്റ് അവാർഡ്, അങ്ങനെ 3-4 ഹൈലി അവാർഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പടമാണത്. അതാണ് ഞാൻ പറയുന്നത്. അതിലൊന്നും അല്ല ചിലതിൽ കാര്യം. നമ്മൾ നിറയെ ഭക്ഷണം കഴിക്കുക, നിറയെ പൈസ സമ്പാദിക്കുക എന്നുള്ളതല്ല ചില സിനിമകളിൽ. ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതിനകത്ത് നമ്മൾ പോലും സ്വപ്നം കാണാത്ത കഥാപാത്രങ്ങളും കിട്ടും, അംഗീകാരങ്ങളും കിട്ടും. അംഗീകാരം എപ്പോഴും വലുതാണ്. അതിനെ വെറുതെ കാണുന്നില്ല. അംഗീകാരം എല്ലാവരും പറയും അവാർഡ് എന്താണ്, അവാർഡ് മറ്റേതാണോ. പക്ഷേ അവാർഡ് എപ്പോഴും റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു വലിയൊരു അംഗീകാരം തന്നെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ മത്സരിക്കുന്ന ഒരിടത്തു നിന്നും കുറച്ച് 4-5 സിനിമയെക്കുറിച്ച് ആധികാരികതകളുള്ള ആൾക്കാർ നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു ചുമ്മായിട്ട് ഞാൻ കളയില്ല. അഥവാ തിരഞ്ഞെടുത്തില്ലെങ്കിൽ കൂടി ആ ഒരു ചിത്രം പരിഗണനയിൽ വരുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പം അത്തരം സംഭവങ്ങൾ നമുക്ക് ആ സിനിമയിൽ ഞാൻ പറഞ്ഞു. ഒരുപാട് കഷ്ടപ്പാടുള്ള സിനിമകളുണ്ട്. ബഡ്ജറ്റ് എങ്ങനെ എഴുതി തള്ളി കളയണമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന പടങ്ങളുണ്ട്. ഇതൊക്കെ തിയേറ്ററിൽ വരുമോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത, ഇതൊക്കെ വരുമോ, വന്നാൽ ഇവർ ഇത് ഇത്രയും പണം ഇങ്ങനെ എറിയുന്നു, ഇത് തിരിച്ചു കിട്ടാൻ വല്ല വകുപ്പുണ്ടോ എന്നൊക്കെ. ഞാൻ സെൻസർ ബോർഡിലും കൂടെ ഉള്ളതുകൊണ്ട്
ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ സെൻസർ ചെയ്യുന്ന സമയത്ത് കാണും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും അയ്യോ എന്ത് ഒരു പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാത്ത ചിത്രങ്ങളായിരിക്കും, എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ ഹെവി ബഡ്ജറ്റഡ് സാധനങ്ങളായിരിക്കും. ഇവർക്ക് എന്ത് കിട്ടാനാവോ, ഇവർക്ക് തിയേറ്റർ കിട്ടുമോ സ്ക്രീൻ ഇതിന് എന്നൊക്കെ വായിച്ച് നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യനബിൾ ആകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം അത് ഒരു വലിയ കാര്യമാണ്. അപ്പം എന്തൊക്കെ ആയാലും പൈസ ഇറക്കിയാലും പൈസ ഇല്ലെങ്കിലും പ്രൊഡക്ഷൻ നന്നായിട്ട് ചെയ്താലില്ലെങ്കിലും നല്ല കണ്ടൻറ്റ് പ്രേക്ഷകർക്ക് കൊടുത്തില്ല പക്ഷം സിനിമ നമുക്ക് വേറൊരു രീതിയിൽ അതിൻ്റെ ഒരു വളർച്ചയെ നമുക്ക് സ്വപ്നം പോലും കാണേണ്ട കാര്യങ്ങളില്ല. നല്ല സാധനങ്ങൾ നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറഞ്ഞ പോലെ പ്രേക്ഷകരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മൾ കുറേ മനസ്സിലാക്കണം, ട്രെൻഡ് മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ന്യൂജൻ പടങ്ങളിൽ ഇപ്പോൾ ഒത്തിരി ഭയങ്കര തിയേറ്റർ ഫുള്ളായിട്ട് ഓടുന്ന ഒത്തിരി സിനിമകളുണ്ട്. പക്ഷെ അറിയപ്പെടുന്ന താരങ്ങളൊന്നുമില്ല, പക്ഷെ കഥ ആയിരിക്കും അല്ലേ. ഇപ്പോഴതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞ സിനിമകൾ സത്യനന്ദിക്കാട് പടം എന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് മോഹൻലാൽ അഭിനയിച്ചു എന്നുള്ളതല്ല, ആരുടെ പടം സത്യേട്ടൻ്റെ പടം, മനസ്സിലായി, ആരുടെ പടം ഫാസിലിൻ്റെ പടം എന്ന് വെച്ചാൽ അത്രയും ഇത് സിബി മലയിലിൻ്റെ പടം. നമുക്കത് എന്താ പറയണ്ടേ, ഗ്യാരൻറ്റിയാണത് ആക്ച്വലി. അത്തരം പടങ്ങളൊക്കെ അന്ന് ഈ ഡയറക്ടേഴ്സിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന സിനിമകളാണ്. ഇന്ന് താരങ്ങളുടെ പേരിലും അറിയുന്നു, ഒരുപാട് അൺനോൺ താരങ്ങളുടെ പേരിലും അറിയുന്നു, ഒരുപാട് പേരാണ്. പിന്നെ സത്യം പറയാലോ, അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല, അത്രമാത്രം ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റിനുള്ളത്. ആര് ഓപ്റ്റ് ചെയ്യണം എന്ന് പോലും നമുക്ക് ഈ ടെക്നിക്കൽ ക്രൂവിന് ഒരു കൺഫ്യൂഷൻ വരുന്ന രീതിയിലാണ്. അവരെ ഓപ്റ്റ് ചെയ്താൽ അപ്പോൾ ആയിരിക്കും മറ്റവരെ ആലോചിക്കും, അപ്പോൾ അവർ മറ്റേ പടത്തിലങ്ങ് ഭയങ്കരമായിട്ട് എന്തായിരുന്നു, അപ്പോൾ അവരൊന്ന് നോക്കൂ എന്ന് പറയുന്നൊരവസ്ഥ. ഞങ്ങളൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും വേറെ ഇതേപോലെ താരങ്ങളോ മീൻസ് ഇല്ല, വേറെ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ല. ആകെ സെലക്റ്റഡ് കുറേ പേര്. കരയാനാണെങ്കിൽ ഓക്കെ, ചില സൈഡിൽ ഒതുങ്ങി നിന്ന് കരയാൻ ഓക്കെ, സോന നായർ ഫ്രീ ആണോ നോക്കിക്കോ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് കരച്ചിലും അത്തരം കരച്ചിലുകളും ഈ പറയുന്ന മുന്താണിയിൽ ഏതൊരു തുടക്കങ്ങളൊന്നും നടക്കുന്ന കേസല്ല. ഇതൊക്കെ സോക്കോളത് അത്തരം സിനിമകൾ, ഒരു ടൈപ്പ് ആക്ടിങ് എന്നൊക്കെ. ഇന്ന് നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിലേക്ക് ഞാൻ അനലോഗ് ആയിരുന്ന ടൈമിൽ നിന്ന് ഈ ഒരു യുഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ രണ്ടും ഫിലിം ക്രാങ്ക് ചെയ്യുന്ന സമയത്തും ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഈ ഡിജിറ്റൽ സമയത്തും നമ്മൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും മഹാഭാഗ്യമായിട്ടുള്ളൊരു കാര്യം. ശരിക്കും ആ വർഷം തൊട്ട് ഇപ്പോൾ 2023 വരുന്നത് വരെ ലൈവായിട്ട് നിൽക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അതിങ്ങനെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇപ്പോഴും സോന നായർ ഓക്കെ ലൈവാണ്. അപ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫർ ഉദയനമ്പാടിയുടെ ഭാര്യ എന്നുള്ളൊരു നിലയിലൊന്നും ആയിരിക്കില്ല എന്നെ അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരു നടി. കുറേ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ അറിയാം, സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മനോഹരമായിട്ടൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകുമെന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാവണമല്ലോ. ഓഫ് കോഴ്സ് ആരുടെയും ഒരു റെക്കമെൻഡേഷനിൽ ചിലർ അങ്ങനെ വിളിച്ചൊന്നും വരില്ല, പ്രത്യേകിച്ച് ഈ യുഗത്തിലുള്ളവർ. അപ്പം ആർട്ടിസ്റ്റുകളെ മനസ്സിലാക്കി ചെയ്യിക്കുന്ന ഒരു ഏരിയ അത് ശരിക്കും ഇപ്പോഴത്തെ ഉള്ളൊരു ട്രെൻഡ് എന്ന് പറയുന്നത് നല്ല സാധനങ്ങൾ, നല്ല കുട്ടി ത്രെഡായിരിക്കും. നമ്മളിരുന്ന് ആലോചിച്ച് അന്താളിച്ച് ഭഗവാൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ. അത്രമാത്രം സിനിമയെ പഠിക്കുന്നവരുണ്ട്. ജമാലിൻ്റെ പുഞ്ചിരി ഈ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു ന്യൂജൻ പടങ്ങളുടെ ലിസ്റ്റിൽ പെടുത്താൻ പറ്റുന്നതാണ്. അതിൻ്റെ കഥ ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. കുറേ കുട്ടികളുടെ കുറേ ബോയ്സിൻ്റെ ഒരു അല്ലേ നിറയെ ഇതുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ മൂവി, ഒരു ഫാമിലി മൂവി എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആണ് ഈ പടത്തിൽ. എന്നാൽ നമ്മളെല്ലാവരും പ്രൊമോഷണൽ സംഭവങ്ങൾക്ക് പറയും ഈ പടത്തിൽ അതുണ്ട് ഇതുണ്ട് എല്ലാം കൂടെ ചേരുവകളൊക്കെ ഉണ്ടാണ്. നമ്മൾ കാണുമ്പം ഇത്ര ചേരുവകൾ ഇതിന് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ ഒരു ചേരുവ ഓക്കെയാണ്, സൂപ്പറാണ്, ഇത് നല്ലത്, ഈ പടത്തിന് ഇത് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഓരോ രീതിയിലാണ് ഓരോ മനുഷ്യൻ സിനിമ തിയേറ്ററിൽ കാണുന്നത്. ചിലവർ വിചാരിക്കും ഇപ്പോൾ ശ്രീജയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്ന ഒരു സിനിമ ആയിരിക്കില്ല ഞാനിരുന്ന് കാണുന്നത്. എനിക്ക് വേറെ തോട്ടും എൻ്റെ തോട്ട് പ്രോസസ്സൊക്കെ വേറെ ആയിരിക്കും. ഒരു സിനിമയിൽ ഇവരിങ്ങനെയാണല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചല്ലോ, ഡയറക്ടർ ഇങ്ങനെയായിരുന്നല്ലോ, ഇതായിരുന്നോ കൺസീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇതേപോലെ ചിന്തിക്കണമെന്നില്ല വേറൊരാൾ. എൻ്റേതും വളരെ മികവുറ്റായിരിക്കും വേറൊരാൾ ചിന്തിക്കാം. സിനിമയെ നമുക്ക് എല്ലാവരുടെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യത കുറവാണ്. ഓരോരുത്തർക്കും ഇപ്പോൾ ബഹുജനം പല വിധം എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് സിനിമ അപ്രോച്ച് ചെയ്യുന്ന രീതികൾ. പക്ഷേ നമുക്കതിനകത്ത് ചെറിയൊരു സാധനം നമുക്കുമായിട്ട് കുടുംബമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന
ഇപ്പോൾ എനിക്ക് കുടുംബകഥകളൊക്കെ കാണുമ്പോൾ എൻ്റെ കുടുംബത്തിൽ നടന്ന കുറേ സാധനങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിരുന്ന് കരയും. തിയേറ്ററിലാണെങ്കിൽ കരച്ചിലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ എനിക്കറിയാം ഇതിനകത്ത് കുറേ ഗിമിക്സുകൾ ഉള്ളതാണ്. ചിലപ്പോൾ ഗ്ലിസറിൻ യൂസ് ചെയ്തൊക്കെ കരയുന്ന സീക്വൻസ് ആയിരിക്കും. പക്ഷേ ഞാൻ തിയേറ്ററിലിരുന്ന് കരയും. നമ്മൾ അത്രയ്ക്ക് ഇവിടേക്ക് നമ്മളെയൊക്കെ കയറ്റും. കാരണം അത്ര ഫാമിലി ആയിട്ടും ഈ കഥയെ റിലേറ്റഡ് നമ്മളെ ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ ഓരോ ഇൻസിഡൻസും സിനിമയിൽ നടക്കുന്ന ഓരോ കുട്ടി കുട്ടി കണ്ടൻറ്റുകൾ കൊണ്ടുവരുന്ന ഇൻസിഡൻസ് ഒക്കെ നമ്മൾ തൊട്ടപ്പുറത്ത് കണ്ടതായിരിക്കും. അങ്ങനെ തോന്നും. അങ്ങനെ അത് ഒരു ഡയറക്ടറിൻ്റെ കഴിവ് തന്നെയാണ് കേട്ടോ. അത് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഡയറക്ടർ എന്ന് പറയുന്ന പോലെ അദ്ദേഹമാണ് ഒരു ആർട്ടിസ്റ്റിനെ മോൾഡ് ചെയ്ത് എടുപ്പിക്കുക ഒക്കെ അല്ലേ. ഒരു നോർമൽ ഞാനൊക്കെ ഒരു പ്ലെയിൻ ഇതുപോലെയാണ്, സ്ലേറ്റ് പോലെയാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്ന് ഫസ്റ്റ് ഡേ ഒക്കെ നെഞ്ചിടിയോട് നെഞ്ചിടിയായിരിക്കും. അത് എത്രയോ പടങ്ങൾ ചെയ്ത് ഏതൊരു ലൊക്കേഷന് വേണമെങ്കിൽ എനിക്ക് ലൊക്കേഷൻ എത്തുന്നത് വരെ നെഞ്ചടിയായിരിക്കും. ദൈവമേ പുതിയ ക്രൂ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ഇരിക്കും, ക്യാമറാമാൻ എങ്ങനെയായിരിക്കും, ഡയറക്ടർ എങ്ങനെയായിരിക്കും, പുതിയ നമ്മൾ മുന്നേ ചെയ്തിട്ടാണെങ്കിൽ ഈസിയാണ്. ആർട്ടിസ്റ്റുകളെല്ലാം ഭയങ്കര കമ്പനിയാണ്. എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ മലയാളത്തിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല കമ്പനിയാണ്. എന്നാലും അവർ പുതുമയാണ്. ഒരു ലൊക്കേഷന് വരുമ്പോൾ അയ്യോ അതെന്ന് വെച്ചാൽ നമ്മൾ ഈ കഥാപാത്രങ്ങളിലേക്ക് പോകുന്നതാണ്. വെറും സോനാ നായരായിട്ടോ വേറൊരു നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ പേരുമായിട്ടല്ല. ഈ കഥാപാത്രങ്ങളിൽ എങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും ഇവരുമായിട്ട്, എന്തായിരിക്കും ചെയ്യുക എന്നൊക്കെ ഉള്ളത് എനിക്കിപ്പോഴും ടെൻഷനാണ്. ഈ പുഞ്ചിരിക്ക് വന്നപ്പോഴും ജമാലിൻ്റെ പുഞ്ചിരിക്ക് വന്നതും ഞാനിങ്ങനെ നെഞ്ചടിച്ചാണ് വന്നത്. കാരണം എല്ലാവരും എനിക്കറിയാവുന്നുള്ള ക്രൂ ആണെങ്കിലും വെരി ഫസ്റ്റ് ഷോട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു ഭഗവാനെ ഭംഗിയായിരിക്കണം, ഇത് ഒരു കഥാപാത്രത്തിലേക്ക് നമ്മൾ മാറുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടും നമ്മുടെ ലുക്ക് വൈസ് ആണെങ്കിലും നമ്മുടെ അഭിനയ രീതികളിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഒരു ഡിഫറെൻ്റായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളായിരിക്കും. എനിക്കൊക്കെ ഒരുപാട് ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ടാവും കേട്ടോ. ഭയങ്കര വ്യത്യസ്തമായിട്ടങ്ങ് ചെയ്ത് ഞാൻ അങ്ങോട്ട് മല മറിക്കും എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ പണ്ടത്തൊക്കെ ചെയ്ത ചിത്രങ്ങളുടെയൊക്കെ അതേ കോപ്പിങ് പോലെ തോന്നുന്ന കഥാപാത്രങ്ങൾ ഇതാണല്ലേ, എന്നാലും കുഴപ്പമില്ല, നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാം അങ്ങനെ വിചാരിക്കും. ഇതൊരു എന്താ പറയുക, ഇതുകൊണ്ട് സോനയ്ക്ക് ഒത്തിരി ചെയ്യാൻ ഉള്ള ഒരു സംഭവം തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. സിനിമകൾ അല്ല ഇനി ഇപ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ ഇപ്പോൾ ഈ ഒരു ജമാലിൻ്റെ പുഞ്ചിരി എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. സിനിമകളിൽ നമുക്ക് ഒരുപാട് ചെയ്യണമെന്ന് ഒരുപാട് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അതിലേക്ക് ഞാൻ അങ്ങനെ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായി മാറിപ്പോയോ എന്നും ചിലപ്പോൾ എനിക്ക് ഡൗട്ടായിരിക്കും. കാരണം അത്രയും യൂസ് ചെയ്യുന്നില്ല ആൾക്കാർ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വെക്കല്ലോ. വയസ്സാങ്കാലത്ത് എന്ത് സമയത്തായിരിക്കും നമ്മളങ്ങനെ ഞാനിരുന്ന് ഇങ്ങനെ ഇതെല്ലാവരും പറയും കേട്ടോ, അതെല്ലാം സമയമുണ്ടെന്ന്. ഇനി എന്നാടോ വരാനായിട്ടുള്ളത്, പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സമയം അല്ല. പക്ഷെ പ്രായത്തിലും നമ്മൾ ഇതാകുന്നതുണ്ട്, അതല്ല. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഒരു ആർട്ടിസ്റ്റിനെ മനസ്സിലാക്കി ചെയ്യുന്നില്ല. ഒരുപാട് നല്ല റെക്കഗ്നീഷൻസും കാര്യങ്ങളും പിന്നെ ഒരുപാട് ഇതര ഭാഷകളിൽ ഞാൻ ചെയ്തു. ഹിന്ദി 4 മൂവി ചെയ്തു. അതൊക്കെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെയാണ്. നാനാ പട്ടേക്കർ, ഓംപുരി, പരേഷ് റാവൽ, ഇവരുടെ റീമേക്ക് സിനിമകളാണ്. ഹിന്ദി റീമേക്ക് അല്ല, മലയാളത്തിൻ്റെ മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, അതിൻ്റെ ഒരു ഇതാണ് കമാൽ ദമാൽ മാലാമാൽ. അതിൽ മേരിക്കൊണ്ടൊരു കുഞ്ഞാടിൽ ചെയ്തിട്ടുണ്ട്. മേരിക്കൊണ്ടൊരു കുഞ്ഞാടിൽ ചെയ്തിട്ടില്ല. മേരിക്കൊണ്ടൊരു കുഞ്ഞാടിൽ വിനയ് പ്രസാദ് ചെയ്ത കഥാപാത്രമാണ്. സ്ട്രോങ് ക്യാരക്ടർ. അതാണ് ഞാൻ ഹിന്ദിയിൽ ചെയ്തിട്ടുള്ളത്. പ്രിയദർശൻ എല്ലാം പ്രിയൻചേട്ടൻ്റെ പടങ്ങളാണ്. ഹിന്ദിയിൽ ഒരു വെബ് സീരീസ് ചെയ്തു. ഹിന്ദി അറിയാം, അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തു. അങ്ങനെ അപ്പം ഇതര ഭാഷകൾ നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രമാണ്. മാലാമൽ വീക്കിലി എന്ന് പറഞ്ഞിട്ടൊരു ഹിറ്റാണ് അവിടെ, ഭയങ്കര ഹിറ്റായിരുന്നു. 100 days ഓടിയ പടമാണ് മാലാമൽ വീക്കിലി. അത് പ്രിയചേട്ടൻ്റെ പടമാണ്. വെരി ഫസ്റ്റ് ഞാൻ ഹിന്ദിയിൽ റീമേക്കല്ല അതിൻ്റെ റീമേക്ക് ഇങ്ങോട്ട് വന്നു, ആമയും മുയലും. ഹിന്ദിയുടെ റീമേക്ക് മലയാളത്തിൽ വന്നു, അതിൽ ഞാൻ ചെയ്തില്ല. അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ. പിന്നെ നാടോടികൾ എന്ന് പറഞ്ഞിട്ടുള്ള നാടോടി തമിഴിലെ ആ ഒരു കഥാപാത്രം അല്ല, ആ ഒരു സിനിമ രംഗ്രേസ് എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിലേക്ക്. അങ്ങനെ അത് സന്തോഷ് ശിവൻ ചേട്ടനായിരുന്നു ക്യാമറ. അപ്പം എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു സന്തോഷ് ചേട്ടൻ്റെ പടത്തിലൊക്കെ വർക്ക് ചെയ്യണമെന്നുള്ളത്. പണ്ടത്തെ പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷ് ശിവൻ്റെ സിനിമാറ്റോഗ്രാഫിയോ പറയാനുള്ളൂ. ചേട്ടൻ്റെയും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമാറ്റോഗ്രാഫർ ആണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ സന്തോഷ് ചേട്ടൻ്റെ വർക്കൊക്കെ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു സംഭവമല്ലേ. അപ്പോൾ ഹിന്ദി, തെലുഗു ഞാൻ ചെയ്തു. അത് നമ്മുടെ ചിരഞ്ജീവിയുടെ ബ്രദർ നാഗ് ബാബുയുടെ
ഫെയറായിട്ട് ചെയ്തു. അത് ഫുൾ മലേഷ്യ ആയിരുന്നു ഷൂട്ട്. പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക, തമിഴ് ചെയ്തു, വേട്ടനായി എന്ന് പറഞ്ഞിട്ട് RK സുരേഷുണ്ട് മൂവി. എല്ലാം ക്യാരക്ടർ റോൾസാണ്, ഇമ്പോർട്ടൻറ്റ് റോളാണ്. എല്ലാത്തിലും ഹീറോയിനൊന്നുമല്ല, ഇമ്പോർട്ടൻറ്റ് റോളാണ്. അപ്പോൾ അത്തരം സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് വലിയ ലെജൻസിൻ്റെ കൂടെ കാണാൻ പോലും ജീവിച്ചിരിക്കുക തന്നെ ഇവരെയൊക്കെ കാണാൻ പോലും പറ്റുമെന്ന് അതിശയിച്ചിട്ടുള്ള ഹിന്ദി താരങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഓംപുരി സാർ, അദ്ദേഹം ഇപ്പോൾ ഇല്ല നമ്മളോടൊപ്പം, മരിച്ചുപോയി. ഓംപുരി സാറിൻ്റെ കൂടെയൊക്കെ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാന്നുള്ളത് എന്നെപ്പോലെ ഒരു നടി, ഇപ്പോഴും ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അങ്ങറ്റത്തുള്ള ഒരു നടിയാണ്. എനിക്കൊക്കെ കിട്ടിയ ഒരു മഹാഭാഗ്യം. ഈ ഒരു അവസരത്തിലും പ്രിയ ചേട്ടനടുത്ത് അതീവമായി എത്ര നന്ദി പറഞ്ഞാലും വരില്ല. കാരണം അദ്ദേഹം നെയ്ത്തുകാരൻ അദ്ദേഹം കണ്ടിരുന്നു. അതിനുശേഷമാണ് എന്നെ വെട്ടത്ത് വിളിക്കുന്നത്. വെട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ, വെട്ടം എന്ന സിനിമയിൽ നിന്നാണ് ഞാൻ എൻ്റെ ഹിന്ദിയിലേക്കുള്ള യാത്ര തുടങ്ങിയത്. വെട്ടത്തിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയുക, ആ ഒരു റീച്ചിൽ നിൽക്കുന്ന ഡയറക്ടേഴ്സൊക്കെ നമ്മളെ അങ്ങനെ അത്രയും കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കൊണ്ടും ബ്ലെസ്ഡാണ് ശരിക്കും. എനിക്ക് അതുകൊണ്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടമില്ല. എന്തിനു വേറെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലേ. അത് അവിടെ അവാർഡ്സ് അങ്ങനെ എന്തെങ്കിലും? അവാർഡ്സ് ഉണ്ട്, അതിലൊന്നും പോയിട്ടില്ല. ആ പടങ്ങൾക്കൊക്കെ ഭയങ്കര റെക്കഗ്നേഷൻസ് ഉണ്ടായിരുന്നു. പ്രിയം ചേട്ടൻ അത്തരം സംഭവങ്ങളൊക്കെ. നമുക്കൊന്ന് അവാർഡ് കിട്ടുന്ന നല്ല ക്യാരക്ടർ റോൾസൊക്കെ ആയിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അവാർഡ് ടച്ചില്ല. കാരണം നമ്മുടെ മലയാളത്തിലാണ് ആ ഒരു അവാർഡും സംഭവങ്ങളൊക്കെ കുറച്ചും കൂടെ അവർക്ക് പ്രോമിനൻസ്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഫിലിം ഫെയർ അവാർഡിൽ ഒതുങ്ങുന്നതൊക്കെ ആയിരിക്കും, മനസ്സിലായില്ലേ? ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ തന്നെ ഒരു 100 കണക്കിന് അവാർഡുകളുണ്ട്. ഒരു സിനിമയ്ക്ക് ഒരു അവാർഡ് കിട്ടിയാൽ മതി, പിന്നെ ചാകര പോലെ അതേ കഥാപാത്രത്തിന് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും കുറേ. അപ്പം അത് മലയാളത്തിന് അങ്ങനെ ഒരു സാധ്യതകൾ കൂടുതലാണ്. കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും പ്രൊഡക്ഷൻ സൈഡിലേക്ക് വരിക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ഭാര്യയും ഭർത്താവും ഇവർ ഇതിൽ കൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പുഞ്ചിരിക്ക്, ജമാലിൻ്റെ പുഞ്ചിരിക്ക് എല്ലാവരും പ്രേക്ഷകർ പുഞ്ചിരിയോടുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി അതെ വളരെ ഇതായിട്ട് കാണട്ടെ. ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് പറയുന്നതല്ല, ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ ഇതിൻ്റെ പിന്നിൽ. ആർട്ടിസ്റ്റുകൾക്ക് വളരെ സുഖമാണ്. എൻ്റെ ഹസ്ബൻഡ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ടെക്നിക്കൽ ക്രൂവിൻ്റെ പേരിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പറയുന്നതല്ല. എൻ്റെ അമ്മയും നമ്മളൊരു 2-2.5 മണിക്കൂർ 2.25 മണിക്കൂർ തിയേറ്ററിലിരുന്ന് കണ്ടിട്ട് ഇത് പടം ഇത് ഇങ്ങനെ പറഞ്ഞു പോകാൻ വളരെ എളുപ്പമാണ്. ഓരോ ദിവസവും രാവിലെ 6 മണി തൊട്ട് രാത്രി 10 മണി വരെ ഇവർ അത്രയും ഒരു വെയിലത്ത് യൂണിറ്റുകാരടക്കം ഫുഡ് തരുന്നവരടക്കം എത്രമാത്രം പ്രയാസപ്പെട്ട. അത് ഈ പുഞ്ചിരിക്ക് മാത്രമുള്ളത് കാര്യമല്ല, എല്ലാ സിനിമകളുടെ പിന്നിലും ഈ ഒരു സാധനമുണ്ട്. ഞാൻ പറയുന്നത് ഹൈ ബഡ്ജറ്റ് സംഭവങ്ങളും അല്ല. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിനകത്ത് ഓരോ വ്യക്തിക്കും അതിനകത്തുള്ള അത്രയും വ്യക്തികൾ മതി കേട്ടോ ഒരു പടത്തിന്. എനിക്ക് ഇതിനകത്ത് കണ്ടതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് അതാണ്. ആവശ്യത്തിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യത്തിന് വ്യക്തികൾ, അത് മതി. ഭയങ്കരമായ സംഭവങ്ങളൊന്നും വേണ്ട. അപ്പം അതിനകത്ത് ആ ഒരു ചെറിയ കണ്ടൻറ്റിൽ, ചെറിയ പ്രൊഡക്ഷനിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു പടം എടുക്കാൻ എങ്ങനെ ഇവർ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ശരിക്കും പുഞ്ചിരിയിൽ നമ്മളുടനീളം കാണാൻ പോകുന്നത്. എന്തായാലും എല്ലാവിധ സക്സസ്സും ഈ ഒരു ജമാലിൻ്റെ പുഞ്ചിരിക്ക് ഉണ്ടാവട്ടെ. ഞാനും എൻ്റെ ഭർത്താവ് ഇതിൻ്റെ അകത്ത് ഭാഗമാക്കിയതിലും നിങ്ങളോട് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. സോനയുടെ അപ്കമിങ് പ്രോജക്ട്സ് ഇപ്പം സിനിമ അല്ലാണ്ട് മറ്റത്? സിനിമ അല്ലാണ്ട് ഞാനിപ്പോൾ തമിഴിൽ സീരിയൽസ് ചെയ്തുകൊണ്ടിരുന്നു. കോവിഡ് സമയത്ത് സീരിയൽ ചെയ്തപ്പോൾ കേരളത്തിലൊന്നും എങ്ങും ഷൂട്ടിംഗ് ഇല്ല. ഞങ്ങളെല്ലാവരും വീട്ടിൽ ഷൂട്ടിങ്ങും ഇല്ല. നമുക്ക് വേറെ എന്താ പടി? ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ഭയങ്കര കാര്യമല്ലേ? എന്താ ചെയ്യേണ്ട അവസ്ഥ? ദൈവമേ, കോവിഡ് വന്നാൽ അതൊരു വിഷയം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്താണ് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കോള് വരുന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, കോവിഡ് വന്ന് മരിച്ചാലും കുഴപ്പമില്ല, ഇവിടെ വീട്ടിൻ്റെ അകത്തിരുന്ന് തമ്മി നോക്കിയിരുന്ന് മരിക്കുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്ററാണ്, ഞാൻ പോവാണ്, എനിക്ക് അവിടെ വർക്കിന് ഞാൻ പോകണം എന്ന് പറഞ്ഞു. എല്ലാവർക്കും പേടിയായിരുന്നു, വീട്ടുകാർക്ക് എല്ലാവർക്കും. കോവിഡ് എന്ന് പറഞ്ഞാൽ അത്ര രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സമയം കേരളത്തിൽ. അവിടെ ലോക്ക്ഡൗണും ഇല്ല, അവിടെ മാസ്ക് ഒക്കെ കണ്ട് ഇതെല്ലാം ഇത് മാസ്ക് അല്ല, ഇതെല്ലാം ഇതൊക്കെ പോട്ടെ എന്നാണ് കേൾക്കുന്നത്. അവർക്ക് തമിഴന്മാർക്ക് യാതൊരുവിധ ഇതിനകത്ത് ഒരു കോൺഷ്യസ്നെസ് അല്ലാത്ത ആൾക്കാരാണ്, ഒരു പ്രിക്കോഷൻസും എടുക്കാത്ത ആൾക്കാർ. ഞാൻ വളരെ നോർമൽ ലോക്കൽ ആൾക്കാരെയാണ് പറയുന്നത് കേട്ടോ. അവിടെ കോവിഡ് വന്ന് ജനങ്ങൾ മരിക്കുന്നു, പക്ഷേ
അവിടെ നിന്നുള്ള ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. ആ ധൈര്യം കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായി. ശരി, ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് വേറെ വണ്ടി കയറി നേരെ അവിടെ എത്തി. 2.5 വർഷം ലോക്ക്ഡൗൺ ഇവിടെ ഭയങ്കര പ്രശ്നത്തിൽ നടക്കുമ്പോൾ നമ്മളവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര പ്രിക്കോഷൻസ് എടുത്ത് എപ്പോഴും വാഷിങ്ങും അതും ഇതും ഇതൊക്കെ മാസ്കൊക്കെ വെച്ച് ലൊക്കേഷൻ മാത്രം ആ പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രം മാസ്ക് എടുക്കും, അഭിനയിക്കും, പെട്ടെന്ന് വയ്ക്കും, പിന്നെ കൈ കഴുകും, എവിടെയും തൊടില്ല, അങ്ങനെയൊക്കെയായിരുന്നു. അമ്മ ഒരു സൈഡിൽ നിന്ന് വിളിക്കും, ഹസ്ബൻഡ് വേറെ സൈഡിൽ നിന്ന് വിളിക്കും. കാരണം എന്താണ് അവസ്ഥ എന്നറിയില്ലല്ലോ. പക്ഷെ എന്തായി, വർക്കുകൾ ചെയ്തു. ഇവിടെ ആരും വർക്ക് ചെയ്യാതെ പേടിച്ചൊരു ഇതായിട്ട് വീട്ടിലിരിക്കുന്ന ഒരു അവസരത്തിൽ നമ്മളെന്തും കൽപ്പിച്ച് പോണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ പോയപ്പോൾ 2 വർക്ക്, ഒരു മാസം 2 വർക്ക് നിന്ന് 30 ദിവസം അവിടെ നിന്ന് ചെയ്തിട്ട് വന്നു. അതൊരു വലിയ ഒരു എന്താ സീരിയൽ ആദ്യമായിരുന്നു തമിഴ് സീരിയൽ ആദ്യമാണ്. അപ്പോൾ തമിഴ് സീരിയലിനെ സംബന്ധിച്ചിടത്തോളം കോവിഡ് പോസിറ്റീവായി അല്ലേ? കോവിഡ് എനിക്ക് പോസിറ്റീവായി. എനിക്ക് കോവിഡ് വന്നു ശ്രീജ. അത് പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്നൊന്നുമല്ല. ഞാൻ ഏതാണ് ജോജുവിൻ്റെ ഒരു മൂവി വയനാട് ചെയ്യാനായിട്ട്, ജോർജിൻ്റെ മൂവി ചെയ്യാനായിട്ട് പോയപ്പം AK സാജൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മൂവി ചെയ്യാനായിട്ട് അവിടെ പോയപ്പോഴേക്കും അവിടെ നിന്ന് പിടിപെട്ടു വയനാടിൽ നിന്ന്. 2.5 വർഷം കോവിഡിൻ്റെ ഒരു ഭയങ്കര ലെവലിൽ നിന്ന് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് എനിക്ക് പിടിച്ചില്ല. ഒന്നും അല്ലാതെ കോവിഡൊക്കെ തീരാറാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. ഇവിടെയൊക്കെ വർക്കുകളൊക്കെ തുടങ്ങി എല്ലാവരും ഒന്ന് അനങ്ങി തുടങ്ങിയ സമയത്ത് എനിക്ക് പിടിപെട്ടു. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയം കറക്റ്റാണ് കേട്ടോ. ഇതിന് ഞാൻ അത് പറയുന്നുണ്ട്, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. അത് ഞാൻ പെട്ടുപോയി. അത് പെട്ടെങ്കിലും ഈ പറഞ്ഞ മാതിരി പനിയുടെ ഒരു സംഭവമല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അതങ്ങ് ടാബ്ലറ്റൊക്കെ എടുത്ത് എല്ലാം പെട്ടെന്ന് അങ്ങ് തീർത്തു. ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് കോവിഡ് വന്നു. പക്ഷേ ഈ പോസ്റ്റ് കോവിഡിൻ്റെ ചില വിഷയങ്ങൾ, നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ലോസ് ആവുന്നു, ഹെയറിൻ്റെ നല്ല മുടി കൊഴിച്ചിലും കാര്യങ്ങളും പൊതുവേ, പിന്നെ ശരീരം മൊത്തം അപ്പോൾ ഭയങ്കര വേദന, മസിൽസൊക്കെ ഭയങ്കര, അതൊക്കെ പോസ്റ്റ് കോവിഡിൻ്റെ ഒരു ഭാഗമാണ്. ഒരുപാട് പേര് അത് അനുഭവിക്കുന്നുണ്ട്. പെട്ടുപോയി ഞാനും അതിൽ എന്നുള്ളതാണ്. ഈ ഒരു വർക്ക് പൊന്മുടിയും ഞാനിത് പറയാൻ നിൽക്കുമായിരുന്നു. അല്ല, നമ്മൾ സാധാരണ ഇപ്പോൾ മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ പാലക്കാട്, ഇല്ലെങ്കിൽ കുട്ടനാട്, ഇല്ലെങ്കിൽ ഇടുക്കി. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ പൊന്മുടിയുടെ സൗന്ദര്യം അങ്ങനെ മുമ്പൊക്കെ വന്നിട്ടുണ്ടെന്നോട് ഈ അടുത്ത സമയത്തായിട്ടൊന്നും കാണും. പക്ഷേ ഇത് ഈ സിനിമ കാരണം ഫുൾ പൊന്മുടി വിതിര ഈ ഭാഗത്താണ് കംപ്ലീറ്റ്ലി ഷൂട്ട് നടക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് അവർ വേറെ ലൊക്കേഷൻ മാറുന്നില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലം നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. പേപ്പാറ, ബോണക്കാട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ. പക്ഷേ പിന്നെ അതും കൂടെ ബേസ് ചെയ്തിട്ടുള്ളൊരു കണ്ടൻറ്റും കൂടെ ആയിരിക്കണം. അത്തരം സ്ഥലങ്ങളിൽ ചിത്രീകരിക്കപ്പെടേണ്ട സിനിമകളും കൂടെ ആയിരിക്കണം. പുഞ്ചിരി അങ്ങനെ ഒരു, ജമാലിൻ്റെ പുഞ്ചിരി അങ്ങനെ ഒരു സിനിമയാണ്. അത്തരം എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരിടത്ത് അല്ലേ, തനി നാട്ടുംപുറമാണ്, എന്നാൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. എന്നാൽ ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടെന്ന് ഫീൽ ചെയ്യിക്കാത്ത രീതിയിലാണ് ശരിക്കും ഇതിൻ്റെ ഒരു സൗന്ദര്യം, കേരളത്തിൻ്റെ ഒരു സൗന്ദര്യം അല്ലേ ഒപ്പിയെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ പലരും നമ്മൾ ഷൂട്ട് എന്നൊക്കെ പറയും. പിന്നെ ഏറ്റവും ലോ കോസ്റ്റിലും ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ സൗന്ദര്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ട് തന്നെ വേറെ പല സ്ഥലത്തും പോയിട്ട് ഹ്യൂജായിട്ടുള്ള എമൗണ്ടാണ് ലൊക്കേഷൻ ഫീ ഒക്കെ കൊടുക്കേണ്ടി വരിക. ഇവിടെ അതില്ല. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ ട്രിവാൻഡ്രത്തെ നമ്മൾ ഇതാക്കാതെ ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് അല്ലേ ഇവിടെ നമ്മുടെ എന്താണ് മുറ്റത്തെ പുല്ലേക്ക് മണമില്ലെന്ന് പറയുന്ന മാതിരി ശരിക്കും തിരുവനന്തപുരത്തുള്ള ഒരു ടീം അല്ലെങ്കിൽ ആ സിനിമാക്കാർ മൊത്തത്തിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഞാനൊക്കെ തിരുവനന്തപുരത്തുള്ളതാണ് എന്നിരുന്ന് മറ്റു ഡിസ്ട്രിക്റ്റിനെ നമ്മൾ മോശമായിട്ട് പറയുന്നതല്ല, നമ്മുടെ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ്. കുറേ നാൾക്ക് ശേഷം നമുക്ക് എല്ലാവർക്കും പൊന്മുടിയെ ആസ്വദിക്കാം അല്ലേ, അതൊരു വലിയ കാര്യമാണ്. നമ്മളിത് ഭയങ്കര സംഭവമാണ്, ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം പറ്റില്ല, ഇതൊന്നും പറയുന്നില്ല. നല്ലൊരു സാധനം തരുന്നു, നിങ്ങൾ സ്വീകരിക്കണം. ഇന്ദ്രൻ ചേട്ടൻ്റെ അതിമനോഹരമായിട്ടുള്ള സംഭവങ്ങൾ നമുക്കിതിനകത്ത് കാണാം അല്ലേ. എല്ലാവരും അതെ, ഓരോ വ്യക്തികളും നന്നായിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ. അപ്പോൾ എന്തായാലും താങ്ക് യു, എന്തായാലും ഓൾ ദ ബെസ്റ്റ്.